ക്രിസ്തുവിൽ ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ സ്ഥിരം തമാശക്കാരനായിരിക്കുന്ന ബാംഗ്ലൂർ പാസ്റ്ററുടെ മറ്റൊരു വീഡിയോയുടെ ഫ്രാഗ്മെൻ്റ് കേട്ടതിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ ഒരു മറുപടി എന്ന നിലയിലാണ് ഈ വീഡിയോയുമായി ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പരസ്യ യോഗം നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ഒരു വീഡിയോ, അതിൻ്റെ വിശദീകരണം നമ്മൾ എല്ലാവരും കേട്ടതാണ്. എന്നാൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം എവിടെയോ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഫ്രാഗ്മെൻ്റ് പല ഗ്രൂപ്പുകളിലും പ്രത്യക്ഷമായി. എന്നാൽ എനിക്ക് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാങ്കേതികത വശമില്ലാത്തതുകൊണ്ട് അത് ഇവിടെ ഞാൻ ഇടുന്നില്ല. മറ്റു ഗ്രൂപ്പുകളിലൊക്കെ ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ഇതിനോടകം അത് കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന ഒരു ബ്ലണ്ടറാണ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ആ ബ്ലണ്ടർ മറ്റൊന്നുമല്ല, അദ്ദേഹം ദുബൈയിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഒരു കൺവെൻഷന് വേണ്ടി അദ്ദേഹത്തെ ഏതോ ബന്ധപ്പെട്ട ഒരു സഭ ക്ഷണിച്ചു. അദ്ദേഹം ഇവിടുന്ന് ഫ്ലൈറ്റിൽ അവിടെ ദുബൈ ചെന്നപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഇദ്ദേഹത്തെ ക്ഷണിച്ച പാസ്റ്റർ അദ്ദേഹത്തോട് പറഞ്ഞു, ദേവദാസനെ വളരെ അടിയന്തിരമായിട്ട് ഫുജൈറ വരെ, യു എയിലെ ഏതാണ്ട് 7ഓളം ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ടല്ലോ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണല്ലോ, അതിൽ ഈ 7 എമിറേറ്റ്സിൽ ഒന്നാണ് ഫുജൈറ. ആ ഫുജൈറയിൽ ഒരു ഭാര്യയും ഭർത്താവ് പാസ്റ്ററാണ്, ഭാര്യ ആ സഭയിലെ പ്രവാചകിയാണ്. അങ്ങനെ അവർ ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ ആ പ്രവാചകിയായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു വല്ലാത്ത ഭൂതം, വെറും സാധാരണ ഭൂതമല്ല, ശിങ്കിരി വൈരവൻ പോലെയുള്ള വലിയ ഭൂതമാണ്. അപ്പം ഈ ഭൂതത്തെ ഒന്ന് ഇറക്കിയേ മതിയാവൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നിരിക്കുകയാണ്, എനിക്ക് പകലൊന്ന് ഉറങ്ങണം, അതിനുശേഷം വേണം രാത്രിയിലെ പ്രസംഗത്തിന് വേണ്ടി തയ്യാറാവാൻ. ഇല്ല, അത് സാരമില്ല, നല്ല വില കൂടിയ കൊള്ളാവുന്ന കാറാണ്, അത് വിട്ടുതരാം, അതിൽ അടിയന്തരമായി പോയേ മതിയാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പാസ്റ്റർ നിർബന്ധ ഹേതുവായി ഇദ്ദേഹം ഫുജൈറയിൽ ചെന്നു. ഫുജൈറയിൽ ചെന്നിട്ട് ഈ പറയപ്പെട്ട ഭൂതബാധിതയായിരിക്കുന്ന പ്രവാചകിയുടെ വീട്ടിൽ ചെന്നു. അദ്ദേഹം സഭാ ശുശ്രൂഷകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ പ്രവാചകിയാണ്. അങ്ങനെ അവർ സഭ നടത്തിക്കൊണ്ട് പോവുകയാണ്. പക്ഷേ അവരൊരു വല്ലാത്ത ഭൂതം, ആ ഭൂതത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കൽ ഈ AT കോവൂര് ശ്രീലങ്കയിൽ വെച്ച് ഭൂതം ഇറക്കി എന്ന് മന്ത്രവാദികൾ അവകാശപ്പെട്ട അതേ ഭൂതത്തെ AT കോവൂര്, അദ്ദേഹം കെമിസ്ട്രിയുടെ പ്രൊഫസറായിരുന്നു, അദ്ദേഹം ശ്രീലങ്കയിൽ വെച്ച് ഇറക്കിയ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അദ്ദേഹം അവിടെ ശ്രീലങ്കയിൽ ഇറക്കിയ ഭൂതത്തിന് അദ്ദേഹം ഇട്ട പേര് ശിങ്കിരി വൈരവൻ എന്നാണ്. അങ്ങനെയാണ് അവിടുത്തെ മന്ത്രവാദികൾ ആ ഭൂതത്തിന് പേരിട്ടത്. അതായത് ഗർഭിണികളെയും രാത്രികാലങ്ങളിൽ വഴിയാത്ര ചെയ്യുന്ന സ്ത്രീകളെയും ഒറ്റപ്പെട്ട് പ്രത്യക്ഷപ്പെട്ട് ഉപദ്രവിക്കുന്ന ഒരു വല്ലാത്ത ഭൂതം, അതിന് ആ മന്ത്രവാദികളുടെ പേരാണ് ശിങ്കിരി വൈരവൻ. അപ്പോൾ ഇതുപോലെയുള്ള ഒരു വല്ലാത്ത ഭൂതം കയറിയ ഒരു പ്രവാചകി. അപ്പോൾ ഇദ്ദേഹം അവിടെ ചെന്നു. ഏതായാലും ഈ കൺവെൻഷൻ കൊണ്ടുപോയ പാസ്റ്റർ നിർബന്ധ ഹേതുവായി ഇദ്ദേഹം അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് ഈ ഭൂതത്തെ അവിടുന്ന് ഇറക്കാനായിട്ടുള്ള ശ്രമിക്കുകയാണ്. പക്ഷേ ഭൂതത്തെ ഇറക്കുന്നതിന് മുമ്പ് ആ ഭൂതം അവളിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള മറ്റേ ആളുകൾക്ക് ഒന്നും പ്രയാസം ഉണ്ടായിരിക്കാൻ അവർക്കൊരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. ആത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ പലരും ആത്മവ്യാപാരത്താൽ നിലംപരികയായി. അങ്ങനെ ചെന്നിട്ട് ഈ പ്രവാചകരുടെ അടുക്കൽ ചെന്നിട്ട് ഈ ഭൂതത്തെ ഇറക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഈ ഭൂതത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് കേരളത്തിൽ വെച്ച് ഈ സ്ത്രീയിൽ കയറിയ ഭൂതമാണിത്. ഇപ്പോൾ അവരായിരിക്കുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ്, എമിറേറ്റ്സിലെ ഫുജൈറയിലാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭാഷ മാറി, അറബിയൊക്കെ ആണല്ലോ അവിടുത്തെ ഭാഷ. അപ്പോൾ ഈ ഭൂതം, കേരളത്തിൽ നിന്ന് കയറിയ ഭൂതം അവിടെ വെച്ച് ഇറക്കാൻ വലിയ പ്രയാസമാണ്. ഇനി അത് തന്നെയല്ല, ഇറക്കിയാൽ ഈ ഭൂതത്തിന് തിരിച്ചു പോകാനാണ് സാധിക്കുകയില്ല. അതുകൊണ്ട് ഭൂതം നമ്മുടെ കഥാനായകൻ്റെ മുമ്പാകെ വളരെ കെഞ്ചി അപേക്ഷിച്ചു, എന്നെ ഇവിടെ വെച്ച് ഒന്നും ചെയ്യരുത്, കാര്യം ഇറക്കി വിട്ടാൽ
എനിക്ക് ഇവിടുന്ന് മടങ്ങിപ്പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് കേരളത്തിൽ ചെല്ലുമ്പോൾ ഞാൻ അങ്ങ് പൊക്കോളാം എന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം വളരെ അതിശക്തനായിരിക്കുന്ന ആത്മവ്യാപാരമുള്ള ആളായതുകൊണ്ട് ഇദ്ദേഹം ഉടൻ തന്നെ പ്രാർത്ഥിച്ചു, ശാസിച്ചു. ഈ ഭൂതം ആ സ്ത്രീയിൽ നിന്ന് അല്പസമയത്തേക്കൊന്ന് വേറിട്ട് നിൽക്കാം എന്ന് സമ്മതിച്ചു. അങ്ങനെ ഭൂതം ഈ അലറി വിളിച്ചുകൊണ്ട് ഈ സ്ത്രീയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഭർത്താവിന് നേരെ തിരിഞ്ഞ്, നിങ്ങളിവിടുത്തെ പാസ്റ്ററും ഞാനിവിടുത്തെ പ്രവാചകയല്ലയോ, നമ്മളൊന്നിച്ചല്ലയോ സഭ നടത്തിക്കൊണ്ടിരുന്നത്, എന്തിനാണ് ഇദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിച്ച് ചില ആപരാധികളും പരാതികളും ഒക്കെ പറഞ്ഞ ശേഷം അല്പസമയത്തേക്ക് മാറി നിൽക്കാം എന്നുള്ള നിലയിൽ ഭൂതം അവരെ വിട്ട് മാറി. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ, 2 വർഷത്തോളം പ്രവാചകയ്ക്ക് കുഴപ്പമില്ലായിരുന്നു. 2 വർഷം കഴിഞ്ഞിട്ട് അവരെ അവിടുന്ന് പെർമനൻ്റായിട്ട് ദുബായിൽ നീങ്ങി പോരാനായിട്ട് തീരുമാനിച്ച് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്ത് ടിക്കറ്റും എടുത്ത് ബോർഡിംഗ് പാസും എടുത്ത് ഇരിക്കുന്ന സമയത്ത് ഈ ഭൂതം വീണ്ടും വന്ന് കയറി. അങ്ങനെ ഭൂതം വീണ്ടും വന്ന് കയറിയിട്ട് അവർ വല്ലാത്തൊരു സ്ഥിതിയിലായി. പെട്ടെന്ന് അവർക്കൊരു ബോധക്ഷയമുണ്ടായി. ഏതായാലും ഭൂതത്തോടുകൂടി അവർ പ്ലെയിനിൽ കയറി നാട്ടിൽ വന്നു. ഇദ്ദേഹം നാട്ടിലൊരു മിനിസ്ട്രിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവും ഭാര്യയും കൂടെ ഇദ്ദേഹത്തെ കാണാൻ ചെന്നിരിക്കുകയാണ്. കാരണം അറേബ്യൻ നാളിൽ വെച്ച് 2 വർഷത്തോളം മാറിയുന്ന ഭൂതം ദുബായ് എയർപോർട്ടിൽ വെച്ച് വീണ്ടും കയറിയിട്ട് കേരളത്തിൽ വന്നിട്ട് ഇറങ്ങിപ്പോകാതിരിക്കുമ്പോൾ രണ്ടാമത് ഈ ഭൂതത്തെ ഇറക്കാൻ വേണ്ടി വല്ലാത്ത ഒരു ഭൂതം തന്നെ. നോക്കിക്കോണം, ഈ ഭൂതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് 2-3 സമ്മിശ്രമാകുന്ന ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. ഈ വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന ഇതുപോലെയുള്ള ഇടയന്മാരെ നമ്മൾ വളരെ സൂക്ഷിക്കണം എന്ന് പറയാനാണ് ഞാനിത് പറയുന്നത്. അദ്ദേഹത്തോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭൂതം ഭാഷയുടെ വൈവിധ്യതയിൽ അനുസരിക്കാത്ത ഭൂതമാണ്. അതായത് കേരളത്തിൽ നിന്ന് കയറിയ ഭൂതമാകുമ്പോൾ മലയാള ഭാഷ സംസാരിക്കുന്ന ഭൂതമായിരിക്കണം. UAE അയക്കുമ്പോൾ അതൊരു അറേബ്യൻ നാടാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നു, മറ്റൊരു ഭാഷയിലുള്ള സ്ഥലത്ത് വെച്ച് ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഭൂതം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിനെ അവിടെ നിന്ന് ഇറക്കാൻ പറ്റുകയില്ലെന്നാണ് പറയുന്നത്. അതെന്തോ ഭൂതമാണെന്ന് എനിക്കറിയാൻ വയ്യ. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് പല ഭൂതങ്ങളെയും പുറത്താക്കിയിട്ടുണ്ട്. പൗലോസും മറ്റും മറ്റ് സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ യെരുശലേമിലോ യഹൂദ്യ ദേശത്തോ അല്ലാത്ത മറ്റു ഭൂതങ്ങളെ ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ പുറത്താക്കി. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ ആ വെളിച്ചപ്പാടത്തിക്കാരി സ്ത്രീയിലൊക്കെ വ്യാപിച്ചിരുന്നത് ശിങ്കിരി വൈരവൻ പോലുള്ള ഒരു വലിയ ഭൂതമാണ്. അതിനെയൊക്കെ ശാസിച്ച് അകറ്റി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്തോ ഇദ്ദേഹം പറയുന്നു, ഈ ഭാഷയുടെ ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷാ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ ഭൂതത്തെ ഇറക്കാൻ വലിയ പ്രയാസമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എനിക്ക് അതിൻ്റെ വശങ്ങൾ അറിയാൻ വയ്യ. അത് അദ്ദേഹം തന്നെ അത് സ്ഥിരീകരിക്കട്ടെ. ഏതായാലും 2 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നു. ഇദ്ദേഹം അവിടുന്ന് ഇവിടെ വെച്ച് വീണ്ടും ആ ഭൂതത്തെ ഇറക്കിയെന്നാണ് ഈ വീമ്പ് പറയുന്നത്. ഇവിടെ ഞാൻ എൻ്റെ മാന്യ ശ്രോതാക്കളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, നിങ്ങളിങ്ങനെയുള്ള ഈ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞ് പ്രതിഫലിപ്പിക്കുന്ന ഊട്ടാമാട്ട പോലെ ഇങ്ങനെ ഉരുട്ടി പറഞ്ഞ് വാലും തലയും അറിയാൻ വയ്യാത്ത ഇങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഈ ആളുകൾ പറയുന്ന ഏത് ഫോഷ്ക്കും വ്യാജവും കേട്ട് അന്ധമായി വിശ്വസിക്കരുത്. ദൈവം വിശ്വസിക്കുക. ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യം, ഈ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു പക്ഷെങ്കിൽ എല്ലാ മനുഷ്യനും ഒരുവിധ ഭൂതബാധയുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനും പിശാചിനാൽ പൊസസ് ചെയ്യപ്പെട്ടവരാണ് രക്ഷിക്കപ്പെടുന്ന മുമ്പ്. പറഞ്ഞാൽ അൺബിലീവേഴ്സ് ആർ ഓൾറെഡി പൊസസ്ഡ് വിത്ത് ദ ഡെവിൾ. പിശാചിൻ്റെ പൊസഷനുള്ളവരാണ്, പിശാചിൻ്റെ ആധിപത്യത്തിലുള്ളവരുമാണ്. അവരാണ് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നത്. കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരു ദൈവവേദൻ്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടുന്ന നിമിഷം മുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിച്ചുകൊണ്ട് അവൻ സകല സത്യത്തിലും ഈ വിശ്വാസിയെ വഴി നടത്തുന്നു എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ സ്ത്രീയെ ഒരു പാസ്റ്ററുടെ ഭാര്യയാണ്, പാസ്റ്ററമ്മയാണ്, 2 അവർ സഭയിലെ പ്രവാചകിയാണ്. പ്രവാചക സൂക്ഷിയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളാണ്. അവരിലാണ് ഈ ഭൂതം ഉണ്ട് എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായൊരു കാര്യം. ഞാൻ മനസ്സിലാക്കുന്ന ആ സ്ത്രീ ആര് തന്നെയായിരുന്നാലും അവർ രക്ഷിക്കപ്പെട്ടവളല്ല. പക്ഷേ അവരൊരു പ്രൊഫഷൻ നിലയിൽ ഒരു പാസ്റ്ററുടെ ഭാര്യയായി നിലനിൽക്കുകയും അവിടെ അനിവാര്യമായിരിക്കുന്ന കള്ളപ്രവചനമൊക്കെ ചെയ്യുകയും ചെയ്തു എന്നാണ്. ഏതായാലും രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ ഭൂതം വസിക്കുക, ഭൂതം പ്രവേശിക്കുക, ഭൂതത്തിൻ്റെ നിയന്ത്രണമുള്ളവരായിത്തീരുക, ഇതൊന്നും ഒരു വീണ്ടും ജന്മം പ്രാപിച്ച വിശ്വാസിയിൽ സാധിക്കില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വചനവും അങ്ങനെയാണ് പറയുന്നത്. രക്ഷിക്കപ്പെട്ട ഒരുവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും അവരെ വഴി നടത്തുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. യോഹന്നാൻ
അതുപോലെ 18 അധ്യായങ്ങളിലൊക്കെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവൻ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും എന്ന്. അപ്പോൾ അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിൽ ഒരിക്കലും ഒരു ഭൂതം വസിക്കുകയില്ല. രണ്ടാമത്തെ വിഷയം, ഭൂതം വസിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഒരു പാസ്റ്ററുടെ ഭാര്യ പ്രവചിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവിലല്ലേ മർമ്മങ്ങളെ സംസാരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ഈ ഭൂതം പ്രവചിക്കാൻ സാധിക്കുക? ഇതൊക്കെ ഒരുപാട് ചോദ്യചിഹ്നങ്ങളായി അവശേഷിക്കുന്നു. ഇനിയും വാസ്തവത്തിൽ മനുഷ്യനെ വിശ്വസിക്കാൻ കഴിയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1997 ഞാൻ ആദ്യമായിട്ട് അമേരിക്കയിൽ നിന്നേ പോയിട്ടുള്ളൂ. ആദ്യമായിട്ട് പോവുകയാണ്. പിന്നെ ഞാൻ ഇപ്പോൾ വിസിറ്റ് ചെയ്തിട്ടില്ല. അവിടെ ചെല്ലുമ്പോൾ ഞാൻ ന്യൂയോർക്ക് താമസിക്കുമ്പോൾ ന്യൂയോർക്ക് ടൈംസ് എല്ലാ ദിവസവും ഞാൻ വായിക്കുമായിരുന്നു. അങ്ങനെ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു സപ്ലിമെൻ്റ് പേജുണ്ട്. ആ സപ്ലിമെൻ്റ് പേജിൽ ഒരു സ്റ്റോറി, ആ സ്റ്റോറി എന്ന് പറയുന്നത് ബിസാറെ സ്റ്റോറിയാണ്. ബിസാറെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അതിനെ ഗൗളി കഥയെന്ന് വേണേൽ പറയാം. ബിസാറെ സ്റ്റോറി എനിക്ക് വായിച്ചപ്പോൾ അത് ബിസാറെ സ്റ്റോറിയാണെന്ന് തോന്നിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സായിപ്പന്മാർ എഴുതി വിടുന്ന ഫിക്ഷൻസാണ്. ഈ ഫിക്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ ഇത് അതുപോലെ തന്നെ റിയാലിറ്റി ആണെന്ന് തോന്നുന്നു. സ്ട്രേഞ്ച് തിങ്സ് മേക്കിംഗ് ദ റീഡേഴ്സ് ബിലീവിങ് ദാറ്റ് ഇറ്റ് ഈസ് റിയൽ. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ അതിശയകരമായി തോന്നിയ ആ ബിസാറെ സ്റ്റോറി ഞാൻ താമസിച്ചു വന്ന വീട്ടിലെ ആളിനോട് പറഞ്ഞു. ഇന്ന് ഈ പത്രത്തിൽ ഇങ്ങനെ വാർത്ത വായിച്ചു. അപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഡു യു ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് റിയൽ? ഞാൻ പറഞ്ഞു യെസ്, ബിക്കോസ് അതിൻ്റെ അവതരണം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ബിസാറെ സ്റ്റോറി സ്ഥിരം അവിടുത്തെ പങ്ക്തികളിൽ സായിപ്പ് എഴുതാണ്. ഭാവനാസമ്പന്നമായ കഥകളാണ്. സംഭവിക്കാൻ സാധ്യതയില്ലാത്തതും ഭൂമിയിൽ സംഭവിച്ചില്ലാത്ത കാര്യങ്ങൾ വായിക്കുന്നവർക്ക് സംഭവ കഥയായിട്ട് തോന്നുന്ന ഒരു അനുഭൂതി ഉളവാക്കുന്ന കഥകളാണ്. അതിനെ ബിസാറെ സ്റ്റോറീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കഥകൾ നമ്മുടെ ഈ വേദപണ്ഡിതൻ ധാരാളം വായിക്കുകയോ ഈ ബിസാറെ സ്റ്റോറികൾ അവതരിപ്പിക്കുന്ന TV ചാനലുകൾ കൂടുതലായി വാച്ച് ചെയ്യുകയോ ചെയ്തിട്ട് അതെല്ലാം റിയാലിറ്റി ആണെന്ന് തെറ്റിദ്ധരിച്ച് ആളുകളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു. അങ്ങനെയാണ് ഈ ഇംഗ്ലണ്ടിലെ മഹാരാജാവ്, അതായത് ബക്കിംഗ്ഹാം കൊട്ടാരത്തിലിരിക്കുന്ന രാജാവ് അർദ്ധരാത്രിയിൽ ഓന്തായിട്ട് അവിടുത്തെ സ്ട്രീറ്റിൽ കൊണ്ട് നടക്കുന്നു എന്നുള്ളതും അത് ആത്മലോകത്തുള്ളവർക്ക് കാണാൻ പറ്റൂ എന്ന് പറയുന്നതും, അതുപോലെ തന്നെ ഏലിയൻസ് ആയിട്ടുള്ള അന്യഗ്രഹ ജീവികൾ ഇവിടെ വന്ന് പെൺകുട്ടികളെ അബ്ഡക്റ്റ് ചെയ്ത് അവരെ ഗർഭിണികളാക്കി പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പ്രസവിപ്പിക്കുന്നതുമായിട്ടുള്ള കഥകളെല്ലാം ഈ ഇങ്ങനെയുള്ള ബിസാറെ സ്റ്റോറി ചാനലുകൾ കാണുകയും അത് വായിക്കുകയും ചെയ്തത് എല്ലാം റിയാലിറ്റി ആണെന്ന് തെറ്റിദ്ധരിച്ച് പറയുന്ന കാര്യങ്ങളാണ്. സാമാന്യ വിവരവും പരിജ്ഞാനവും വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഈ കാലത്ത് ലോകമെമ്പാടുമായി നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ സാധാരണ നിലയിൽ ഒരു കാര്യം പറയുമ്പോൾ വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ ഇത് കേൾക്കുന്നുണ്ട് എന്നും അവർ ഇദ്ദേഹത്തെ വിലയിരുത്തുന്നുണ്ട് എന്ന് പോലും അദ്ദേഹം ചിന്തിക്കുന്നില്ല. അങ്ങനെ പടച്ചുവിട്ട മറ്റൊരു ഭൂതവർക്കാണ് ഈ മലയാളക്കരയിൽ വെച്ച് മലയാള കമ്മ്യൂണിറ്റിയിൽ നിന്ന് കയറിയ ഭൂതത്തെ ഫുജൈറയിൽ വെച്ച് അറബി കമ്മ്യൂണിറ്റിയിൽ വസിക്കുന്ന പാസ്റ്ററിൽ നിന്ന് താൽക്കാലികമായി 2 വർഷത്തേക്ക് ഇറക്കുകയും പിന്നെ ദുബായ് എയർപോർട്ടിൽ വെച്ച് വീണ്ടും ഈ ഭൂതം അവരിൽ പ്രവേശിക്കുകയും ഭൂതത്തോടുകൂടി പ്ലെയിൻ കയറി നാട്ടിൽ വന്ന ശേഷം ഇദ്ദേഹത്തെ പോയി വീണ്ടും കാണുകയും ഇദ്ദേഹം ആ ഭൂതത്തെ മലയാളക്കരയിൽ വെച്ച് ഇറക്കുകയും ചെയ്യുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ അന്യഭാഷ എന്ന് പറയുന്നത് വലിയ ദൈവത്തോട് സംസാരിക്കുന്ന മർമ്മമാണെന്ന് ഇദ്ദേഹമൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകളിൽ BG അഞ്ചൽ പോലെയുള്ള ആളുകൾ താമരപക്ഷം ക്ഷേമരപക്ഷം ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇതെല്ലാം ഈ ഭൂതത്തിന് അറിയാമല്ലോ. ഈ വാസ്തവത്തിൽ ഈ മലയാള ഭാഷയോ അറബി ഭാഷയോ ഭൂതത്തിന് അറിയത്തില്ലെങ്കിൽ തന്നെ ഈ ബാക്കിയുള്ളതൊക്കെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാമല്ലോ വാസ്തവത്തിൽ. പക്ഷേ ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഇതെല്ലാം വലിയ ഭയങ്കര ഏതാണ്ട് വൻ കാര്യങ്ങൾ ജീവിതത്തിൽ സാധിച്ചുള്ളതുപോലെയോ അല്ലെങ്കിൽ വലിയ ആളുകളുടെ മുമ്പാകെ എന്തോ പറഞ്ഞ് അവതരിപ്പിക്കുന്ന പോലെയാണ് പറയുന്നത്. ഇതൊന്നും ശരിയല്ലെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. ബിസാറെ സ്റ്റോറികൾ പറഞ്ഞ് ആളുകളെ വിശ്വസിപ്പിക്കുക. ഇപ്പോൾ ഈ സ്ത്രീയുടെ അപ്പോൾ അത് നമ്മുടെ MI യോഹന്നാൻ ഈ അദ്ദേഹത്തിൻ്റെ ഈ കൂടിവരവിൽ ഒരു സ്ത്രീയെ കൊണ്ട് വലിയ ഗോഷ്ഠിയോ കാണിച്ച് ഭൂതത്തെ ഇറക്കിയത് നമ്മളെല്ലാം ഇവിടെ സോഷ്യൽ മീഡിയ കണ്ടാണ്. യോഹന്നാൻ ഇറക്കിയ അതേ ഭൂതത്തെ വേറൊരു കമ്മ്യൂണിറ്റിയിൽ ഒരു മീറ്റിംഗ് വെച്ച് ആ ഭൂതം തന്നെ വേറെ ആളിറക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങളൊക്കെ കണ്ടതായിരിക്കും. അത് ഒരേ സ്ത്രീയിൽ തന്നെയുള്ള ഭൂതം. ഇതെല്ലാം പെയ്ഡ് ഭൂതങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം കൊടുത്തിട്ട് ഈ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ അഭിനയിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഭൂതങ്ങളാണ്. വളരെ സൂക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തില്ലെങ്കിൽ
നമ്മുടെ മാറി വരുന്ന ഇന്ത്യയുടെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇമാതിരി കൊള്ളതായ്മകളായിട്ട് തിരിച്ചറിയപ്പെടുകയും സാക്ഷാൽ സുവിശേഷ വില ചെയ്യുന്ന യഥാർത്ഥ സത്യസന്ധമുള്ള ആളുകൾക്ക് പോലും ഈ രാജ്യത്ത് സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യുന്ന നാളെയുടെ നാളുകൾ ഉണ്ടാകും എന്ന് വളരെ ദൈവഭയത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള ഒരുപാട് ബിസ്സാര സ്റ്റോറികൾ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനകത്തുണ്ട്. ഇദ്ദേഹം ഒരു വെള്ള പാൻസും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് പിന്നെ തലയുടെ അവിടുന്ന് ഒരു ക്ലിപ്പെ കൂടെ ഇങ്ങനെ വായിലോട്ട് കൊടുത്തേക്കുന്ന ഒരു മൈക്കൊക്കെ വെച്ച് ഉരുട്ടി ഇങ്ങനെ അങ്ങോട്ട് സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് വലിയ വൻ കാര്യങ്ങൾ സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ച് പറയുന്നതല്ല പറയുന്നത്. ആര് ഇതിനൊക്കെ വാസ്തവത്തിൽ വില കൽപ്പിക്കുന്നു? അദ്ദേഹത്തിൻ്റെ പ്രസംഗ ഭാഷയിൽ പറഞ്ഞാൽ വാലും തലയും എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കുറേ ആളുകളെ കൊണ്ടുവന്ന് വെച്ച് അവരുടെ മുമ്പാകെ ഇതുപോലുള്ള മരമണ്ടത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം ഹല്ലേലൂയ സ്തോത്രം ആമീൻ പറയുന്നതല്ലാതെ വിവരവും വിദ്യാഭ്യാസമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇദ്ദേഹം പറയുന്നതിന് ആമീൻ പറയുമോ? ഇതുപോലെ ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഭൂതം ഇറങ്ങിയ ശേഷമാണ് വിശ്വാസികൾ സഭയിൽ വരുന്നതാണ്. എങ്ങനെയാണ് ഭൂതം ഇറങ്ങുന്നതെന്ന് ഞാൻ പറയാം. ഭൂതം ഇറങ്ങുന്നത് ഒരു പാപിയാണെന്ന് ദൈവസന്നിധി സമ്മതിക്കുകയും കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവായ യേശുവിനെ രക്ഷിതാവായി ആ പാപിയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. അതോടുകൂടി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവനിൽ വാസമാകുകയും പിശാച് അവനിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെ സുബോധം വരുന്നു. മുടിയൻ പുത്രന് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച വരുന്ന ഒരാളുടെ ജീവിതത്തിൽ വരുന്ന രൂപാന്തര ചിത്രമാണ്. അപ്പോൾ അവന് സുബോധം വന്നിട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സുബോധം വരുന്നൊരു സമയമുണ്ട്. അതുപോലെ തന്നെ വെളിച്ചപ്പാടത്തിയായ സ്ത്രീയുള്ള ഭൂതം പുറത്തു പോയി കഴിയുമ്പോൾ സുബോധം പൂണ്ട് അവരോട് ചേർന്ന് നിന്നു എന്ന് വായിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് അന്ത്യകാലമാണ്. ഭൂതാത്മാക്കളുടെയും വ്യാജാത്മാക്കളുടെയും ഭോഷ്ക്ക് വിശ്വസിക്കുന്നവരുടെയും വാക്കുകളാൽ വിശ്വാസം ത്യജിച്ചു പോകുന്ന അല്ലെങ്കിൽ ത്യജിക്കാൻ സാധ്യതയുള്ള ഒരു വല്ലാത്ത ലോകത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിക്കണം. ഭൂതം ഇറങ്ങിയ ശേഷം വരുന്ന വിശ്വാസികളാണ് ദൈവസഭയുടെ അംഗങ്ങൾ. കർത്താവ് പ്രവൃത്തി 2:47 ലൂക്കോസ് എഴുതുന്നു, കർത്താവ് തന്നെ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോടെ ചേർക്കുന്നു. യെരുശലേം ദേവാലയത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് പറയുമ്പോൾ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവുകൾ തീർത്ത കല്ലുകൾ കൊണ്ട് ഈ ദേവാലയം പണിഞ്ഞു വന്നതിനാൽ പണിസ്ഥലത്ത് മഴു, ചുറ്റിക, ഉളി എന്നിവയുടെ ശബ്ദം കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന ശേഷം ഭൂതമിറക്കുക, മറ്റു കലാപരിപാടികൾ ചെയ്യുക, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിനെയെല്ലാം ഈ ബാധയെല്ലാം ഇറക്കിയ ശേഷം ആണ് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ പിന്നെ ഈ ഉളി, ചുറ്റിക, മഴു ഇതിൻ്റെ ഒന്നും ശബ്ദം കേൾക്കുന്നുമില്ല, ശാന്തമായി പണിയപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ബിസാര സ്റ്റോറികൾ കേട്ട് ആളുകൾ അന്ധമായി വിശ്വസിക്കരുത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും ഹൃദയങ്ങളിൽ വസിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. വിശുദ്ധിയുടെ ഈ ആത്മാവ് സകല സത്യത്തിലും അവരെ വഴി നടത്തുന്നു. തിമോത്തിയോസ് ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനെ അത്രേ നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സുബോധശീലരായി, വിവേകമുള്ളവരായി, ദൈവവചനത്തിൽ പരിജ്ഞാനം പ്രാപിച്ചവരായി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ബിസാറെ സ്റ്റോറികൾ പറഞ്ഞു കഴിഞ്ഞാൽ ബെരോവയിലെ വിശ്വാസികളെ പോലെ അത് വാസ്തവത്തിൽ തിരുവഴുത്തിൻ പ്രകാരം ശരിയാണോ എന്ന് ശോധന ചെയ്തുകൊണ്ട് സത്യത്തെ മുറുകെ പിടിച്ച് വിശ്വസ്തരായി ക്രിസ്തുവിനെ പിൻപറ്റുവാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു.